ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വൈറ്റമിൻ സിയുടെ നല്ലൊരു ഫേസ് സെറാണ് കാണിക്കുന്നത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. ഞാനിവിടെ ഓരോ ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് ഓറഞ്ച് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. തിളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം നമ്മൾ 1/4 ഗ്ലാസ് ആക്കി എടുക്കണം. അത് നമ്മൾ അത്രയും തിക്കാക്കിയിട്ട് നമ്മൾ അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും ആ വെള്ളത്തിൻ്റെ ഒരു കളറ് മാറ്റം. അതുപോലെ തന്നെ അത്രയും വെള്ളം വറ്റി വന്നിട്ടുള്ള ഒരു വെള്ളം എത്രത്തോളം നമ്മൾ വറ്റിച്ചെടുക്കുന്നത് അത്രത്തോളം നമുക്ക് അതിൻ്റെ ഗുണമെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടും. പിന്നെ നമ്മളിത് സെറാണ് തയ്യാറാക്കുന്നത്. ഒരുപാടൊന്നും നമ്മൾ തയ്യാറാക്കി വെക്കുന്നില്ല. നമ്മളിത് ഒരാഴ്ചയ്ക്ക് എന്നുള്ളൊരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം നമ്മുടെ ഫേസിലേക്ക് ഇടാനായിട്ട് മതിയാവും. നമുക്കിത് നെക്കിലായാലും കയ്യിലായാലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് അത് ഉണക്കി പൊടിച്ചെടുക്കാറുണ്ടല്ലോ, നമ്മൾ പൊടിയാക്കി വെക്കാറുണ്ട്. അത് നമ്മൾ നേരിട്ട് ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് പറ്റാത്തവർക്ക് ഇതേ രീതിയിലായിരിക്കും കൂടുതലും നല്ലത്. നമ്മളിത് വേവിച്ചെടുത്തിട്ട് പാക്ക് ഇടാനായാലും നമ്മൾ വേവിച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളത്തിലേക്ക് സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിലുണ്ടായിരുന്ന ആ വെള്ളം എടുത്തിട്ട് തന്നെ ഞാൻ മിക്സിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വേറെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. 1 ടീസ്പൂൺ വെച്ചിട്ടല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കണം. എൻ്റെ കയ്യിൽ ക്യാമറയാണ്, അപ്പോൾ ഞാൻ തന്നെയാണ് എടുക്കുന്നത് വീഡിയോ. അതുകൊണ്ട് എനിക്കത് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അങ്ങനെ അമർത്തിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നമുക്കതിലേക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വളരെ കുറച്ച് മാത്രം, നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അത്രയും തിളപ്പിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ളതാണ് ഇത്ര. ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ കുരുക്കൾ വന്ന പാടുകളൊക്കെ മാറ്റാനായിട്ട് ഗ്ലിസറിൻ നല്ലതാണ്. അപ്പോൾ അത് ഞാനൊരു 3/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയിട്ടുള്ള റോസ് വാട്ടറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് റോസ് വാട്ടർ തയ്യാറാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടു നോക്കട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെയാണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ രീതിയിൽ 1 ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫേസിൽ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കിടക്കുന്ന സമയത്ത് നമുക്കത് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ തന്നെ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സിയുടെ സെറം നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓറഞ്ചിൻ്റെ തൊലി അലർജി ഉള്ളവർക്ക് ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം. ഈ ഒരു സെറം നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാൻ, ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനായിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു ഫേസ് സെറാണിത്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഇത് വേവിക്കാതെ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് സെറാക്കി എടുക്കാം. അപ്പോൾ നമുക്കത് കുറച്ച് ദിവസം മാത്രമായിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ നമ്മളത് വേവിച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അല്ലാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ 2 തുള്ളി ആൽമണ്ട് ഓയിൽ ഒഴിക്കുക, അതല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലുള്ളൊരു ബോട്ടിലാക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.